പ്രിയ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലായ അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്, ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓർക്കിഡ് കൃഷിയെക്കുറിച്ചാണ്. ഞങ്ങളുടെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചാണ്. ഇത് മൈക്രോ പ്രൊപ്പഗേഷൻ ആൻഡ് കൾട്ടിവേഷൻ ഓഫ് നേറ്റീവ് ഓർക്കിഡ്സ് ആൻഡ് ഹൈബ്രിഡ്സ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൻ്റെയാണ്. അത് പേപ്പറിൽ കണ്ടിട്ട് ടോയ്സൺ അത് അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ കിട്ടിയതാണ്. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് ആണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഇത്. കണ്ടോ, പൂക്കളൊക്കെ വന്നു തുടങ്ങി. ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എത്രണ്ണം കിട്ടിയായിരുന്നു നമുക്ക്? ആദ്യമേ ഞങ്ങൾക്ക് കിട്ടിയത് 36 ഓർക്കിഡ് തൈകളാണ്. അത് ഞങ്ങൾ ഇങ്ങനെ തൂക്കി പല കളറിൻ്റെ ഉണ്ട്, 4 കളറുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ വെള്ളപ്പൂവ് മാത്രമേ ഉള്ളൂ. അതിൽ പല കളറുണ്ട്. അത് ഓരോ സീസൺ അനുസരിച്ചാണ് പൂക്കളുണ്ടാകുന്നത്. അത് ഞങ്ങളിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ 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 രണ്ടാമത്തെ തവണ കിട്ടിയതാണ് ബൊക്കാറോ ഓർക്കിഡ്, മൊക്കാറ ഓർക്കിഡ്. കണ്ടോ, അതിൽ പൂക്കളൊക്കെ വന്നു തുടങ്ങി. അതും പല കളറുണ്ട്. അതും ഇതുപോലെ തന്നെ എത്രയുണ്ടായിരുന്നു? 48 ചുവടുണ്ടായിരുന്നു. കണ്ടോ, എല്ലാം നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ്. പക്ഷേ അവർ അവിടെ തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഓഫീസ്. അവിടെ പോയി കോഴ്സ് കൂടി അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് അവരെ ഓഡിറ്റ് ചെയ്ത് തിരുവനന്തപുരം ബൊട്ടാണിക് ഗാർഡൻ, പാലോട്, അവിടെ നിന്നാണ് നമുക്കിത് കിട്ടിയത്. കണ്ടോ, പൂ കണ്ടോ, ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. പല കളറുണ്ട് കേട്ടോ. അത് ഓരോ സീസൺ അനുസരിച്ചാണ് പൂക്കൾ വരുന്നത്. കണ്ടോ, അത് അവർ നമുക്ക് അവർ ഇടയ്ക്ക് വന്ന് ഓഡിറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം വന്ന് അവർ പോയി. അത് ഓരോ പ്രാവശ്യവും വന്നു കഴിഞ്ഞിട്ടാണ് അടുത്ത തവണയായിട്ട് അത് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾക്ക് ഒരു സെറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കാണിക്കാം. 88 എണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം. അത് ഞങ്ങളൊരു വേറൊരു ഐഡിയയിൽ ഉണ്ടാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. തൈ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾക്ക് അവർ ഓഡിറ്റ് ചെയ്ത് പോയി വന്നു കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന തൈയാണിത്. കണ്ടോ, ബേബി പ്ലാന്റ് കണ്ടോ, ചെറിയ പ്ലാന്റാണ്. കണ്ടോ, 88 ചൂടുണ്ട്. 88 ചൂട് കണ്ടോ, 88 ചൂടുണ്ട്. ഇത് ഞങ്ങൾ ഒരു ടവർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ് ഞാനും ചോദിച്ചിരുന്നു. ഇത് കരിയാണ്. ഇത് അതിൻ്റെ അതിന് അണുക്കളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യമേ നമ്മൾ തളിക്കേണ്ട ഒരു മരുന്നാണിത്. ഇത് ബേബി ചെറുതായിട്ട് കൊണ്ടുവരുമ്പോഴേ നമ്മൾക്ക് ഈ മരുന്നാണ് തളിച്ചു കൊടുക്കേണ്ടത്. ചോദിച്ചാൽ അതിൻ്റെ പേരെന്താ? ആ മരുന്നിൻ്റെ സാഫ് ഫംഗിസൈഡ് സാഫാണ്. അത് ആദ്യം നമുക്ക് തളിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ നമ്മൾക്ക് പാഴ്സലായിട്ടാണ് അവർ ആദ്യമേ ഞങ്ങൾക്ക് ഇത് തന്നത്. ഞങ്ങൾക്ക് അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യായിരുന്നു, ഇതും ആ മൊക്കാറയും കൂടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് ആദ്യം കൊണ്ടുവന്നത് നമ്മൾ കോഴ്സ് കൂടാൻ പോയപ്പോൾ ബൈ ഹാൻഡ് തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്നതാണ്. ട്രെയിനിലാണ് പോയത്. ട്രെയിനിൽ കൊണ്ടുവന്നതാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടിയത്, മൊക്കാറോ കിട്ടിയത്, അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് തരികയാണ് ചെയ്തത്. കണ്ടോ, ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ ബേബി പ്ലാന്റ് വന്നിരിക്കുന്നത് പാഴ്സലായിട്ട് അവർ അയച്ചു തരികയായിരുന്നു. എല്ലാം സൗജന്യമായിട്ടാണ്. നമ്മളത് അവരുടെ ഒരു മോട്ടിവേഷനാണത്. 2 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇനി നമ്മളൊരു ടവർ അക്കോമഡേഷനും ഫുഡും എല്ലാം ആ ട്രെയിനിങ്ങിൽ ഫ്രീ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഓർക്കിഡ് ടവർ. അതിൻ്റെ ചട്ടിയാണിത്. ആ ചട്ടിയിൽ നമ്മൾ ഈ പൈപ്പ് ബേബി മെറ്റിലിട്ട് സെറ്റ് ചെയ്യും.
സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് മേളിലൊരു അടപ്പുണ്ട്. അടപ്പ് ഇട്ട് അതില്ലെങ്കിൽ അതിൻ്റെ ഇഴജന്തുക്കൾ എന്തെങ്കിലും അകത്ത് കയറിയോ എന്നോർത്ത് നമ്മൾ അത് ഞങ്ങളുടെ ഒരു ഐഡിയ തന്നെയാണിത്. എങ്ങനെ ആകും എന്നറിയത്തില്ല. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ അകത്ത് പൈപ്പ് വെച്ചിട്ട് ബേബി മെറ്റിലിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം അതിന് ചുറ്റും മേളിൽ വരെ ചെറിയ കട്ടകൾ ഇട്ട് കൊടുക്കും. അതുപോലെ പൊതിമടലൊക്കെ വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മളിതിൻ്റെ ഓരോ ഹോളിലും ഈ ബേബി ഓർക്കിഡ് വെച്ച് കെട്ടും. അങ്ങനെ ഒരു ടവർ പോലെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം അത് വിജയിക്കും എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഓർക്കിഡ് കൃഷി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ചെയ്തത് പോലെയാണോ നിങ്ങൾ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിനൊരു ചെറിയൊരു ഗാർഡൻ പോലെയാണ്. ഇവിടെ കുറച്ച് ചെറിയ പേരകൾ, ബൊഗെയിൻവില്ല, അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. മഴക്കാലം ഇത് കാരണം കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്നാലും മഴ മാറിക്കഴിഞ്ഞിട്ട് വേണം ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ടെല്ലാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓർക്കിഡ് കൃഷി. ഇനി ഞങ്ങൾ ഓർക്കിഡ് ടവർ ഉണ്ടാക്കിയിട്ട് അടുത്ത വീഡിയോ ഇടുന്നതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.